നമസ്കാരം. KKTN ഗവൺമെൻറ് കോളേജിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം കവിതയ്ക്കൊപ്പം എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് രാമൻ മാഷിൻ്റെ കവിതയെക്കുറിച്ച് അതിനോടൊപ്പം ആകുമ്പോൾ ആ സന്തോഷത്തിന് ഇരട്ടി മധുരവുമുണ്ട്. രാമൻ്റെ കവിതയെക്കുറിച്ച്, രാമനെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ മനസ്സിൽ വരുന്ന ഒരു സന്ദേഹം എന്നത് രാമനെ കവി എന്നാണോ കവിത എന്നാണോ വിശേഷിപ്പിക്കേണ്ടത് എന്നുള്ളതാണ്. കവി എന്നാണ് വിശേഷിപ്പിക്കുന്നതെങ്കിൽ കവിതയായി അവശേഷിക്കുന്നത് പിന്നെ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അതായത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന തരത്തിൽ കവിയും കവിതയും തമ്മിൽ രൂപപ്പെടുന്ന ഒരു അഭേദാവസ്ഥ രാമനിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കവിത കിഴിച്ചു കളഞ്ഞാൽ നിസ്വനായിത്തീരുന്ന ഒരു രാമൻ, രാമനെ കിഴിച്ചു കളഞ്ഞാൽ തുച്ഛമായിത്തീരുന്ന രാമൻ്റെ കവിത, ഇങ്ങനെ ഒരു പാരസ്പര്യം വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു അഭേദമായ അവസ്ഥ രാമനെ സംബന്ധിച്ച്, രാമൻ്റെ കവിതയെ സംബന്ധിച്ച്, കവിതയിലെ രാമനെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളതാണ് ആദ്യമായിട്ട് എടുത്തു പറയേണ്ട ഒരു സവിശേഷതയായിട്ട് ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ രാമൻ്റെ കവിതയുടെ സവിശേഷതകളുടെ, രാമൻ ഇഫക്റ്റിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഒരു മർമ്മമാണ് എന്നും രാമൻ്റെ കവിതയെ ഡീകോഡ് ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു ത്രെഡ് എന്ന് പറയുന്നത് ഇതാണ് എന്നുമാണ് എനിക്ക് തോന്നുന്നത്. കവിയും കവിതയും തമ്മിൽ കാലക്രമത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒരു ഐക്യാവസ്ഥ, ലയനാവസ്ഥയല്ല ഇത്. മറിച്ച് കവിയും കവിതയും ഒരൊറ്റ ഉണ്മയായി വർത്തിക്കുന്ന ഒരു വ്യവഹാര രൂപം കൊള്ളുന്നതിൻ്റെ അനിതര സാധാരണമായ ഒരു കാഴ്ചാവിശേഷമാണ് വാസ്തവത്തിൽ രാമൻ കവിത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാമൻ കവിത എഴുതുകയല്ല, മറിച്ച് രാമൻ കവിതയ്ക്കകത്തിരിക്കുകയാണ്. കവിതയ്ക്കകത്തിരുന്നു കൊണ്ട് കവിതയ്ക്കകത്തുള്ള തന്നെ എഴുതുകയാണ് രാമൻ ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരും എന്നുള്ളതാണ്. എഴുത്തിനെ കുറിച്ച് രൂപകാത്മകമായി പല അഭിമുഖങ്ങളിലും കവിതകളിൽ തന്നെയും രാമൻ സംസാരിക്കുന്നുണ്ട്. എഴുത്താണ് എഴുത്തച്ഛൻ എന്ന്, എഴുത്തച്ഛൻ എന്ന ജലപ്രാണിയെ കവിതയിൽ രാമൻ ആവിഷ്കരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ മണ്ണിൽ വീണാൽ വീണയിടത്ത് കുഴിച്ച് കുഴിയായി മാറി കുഴിയിൽ മറഞ്ഞിരുന്നു കൊണ്ട് പുറം ലോകത്തെ നിരീക്ഷിക്കുന്ന, അതിനെ ഒരു നിരീക്ഷണ സ്ഥാനമായി പരിവർത്തിപ്പിക്കുന്ന കുഴിയാനയെ പോലെയുള്ള മൺപ്രാണികളാണ് യഥാർത്ഥത്തിൽ രാമൻ്റെ കവിതയ്ക്ക് ചേരുന്ന, ഈ അർത്ഥത്തിൽ ചേരുന്ന രൂപകം എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വന്തമായ ഒരു നിരീക്ഷണ സ്ഥാനം കവിതയിൽ രൂപപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു തരം അവനവനെ തന്നെ കുഴിക്കലായി ഈ ഒരു കവിതയിലെ രാമൻ്റെ, കവിതയിലെ ഈ ഞാനിൻ്റെ ഒരു സാന്നിധ്യം മാറുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ബഷീറിൻ്റെ കൃതികളിലെ ബഷീറിനെ പോലെ, ബഷീർ കൃതികളുടെ ഉമ്മറത്ത് ചാരുകസേരയിൽ സർവാംഗ സുന്ദരനായി പ്രത്യക്ഷപ്പെടുന്ന ബഷീറിനെ പോലെ ഈ ഞാൻ ദൃശ്യനാകുന്നില്ല എന്നുള്ളത് ഈ ഞാനിലേക്ക് എത്താൻ ഒരു പക്ഷേ നമുക്ക് സമയവിളംബം ഉണ്ടാക്കും എന്നുള്ളതാണ്. എന്നാൽ വളരെ അത്രയൊന്നും സൂക്ഷ്മമല്ലാതെ തന്നെ പലപ്പോഴും കവിതയുടെ ടെക്സ്റ്റിൽ തന്നെ ഈ ഞാൻ, ഈ കവിതയിലെ ഈ രാമൻ, കവിതയിലെ ഈ ആഖ്യാന സ്വത്വം പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പം മരണ വീട്ടിൽ എല്ലാവരും നിസ്തേജരായി പോകുന്ന സന്ദർഭത്തിൽ തിരക്ക് കൂട്ടിക്കൊണ്ട് വേഗം നടക്കൂ, എല്ലാവർക്കും കാണാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കറുത്ത ബെൽറ്റ് കെട്ടി പ്രത്യക്ഷപ്പെടുന്ന അപരിചിതനായ ഒരാളെ പോലെ ചില അപൂർവ സന്ദർഭങ്ങളിൽ മുഖം കാണിച്ചു പോകുന്ന ഈ ഞാൻ പക്ഷേ സദാസമയവും സർവവ്യാപിയായി രാമൻ്റെ കവിതകളുടെ ആഖ്യാന സ്വത്വത്തെ നിർണയിച്ചുകൊണ്ട്, നിയന്ത്രിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അയാളുടെ കാഴ്ചകളാണ് യഥാർത്ഥത്തിൽ, അയാളുടെ കൂടുതൽ വിടർന്ന കണ്ണുകളിലൂടെയുള്ള കാഴ്ചകളാണ് യഥാർത്ഥത്തിൽ നമ്മൾ കവിതകളായി
കാണുന്നത്. അയാളുടെ കൂടുതൽ മൂർച്ചയുള്ള ചെവിയിലൂടെ, കൂടുതൽ കൂർത്ത കാതുകളിലൂടെ കേൾക്കുന്ന അതിസൂക്ഷ്മമായ ശബ്ദങ്ങളാണ് രാമൻ്റെ കവിതയുടെ വേറിട്ട തലമായി പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നമുക്ക് നിസ്സംശയമായി പറയാൻ പറ്റും. അയാൾ എന്ന് ഞാൻ ഉപയോഗിച്ചതുകൊണ്ട് അങ്ങനെ ഉപയോഗിച്ചു പോയെങ്കിലും വാസ്തവത്തിൽ അത്തരത്തിലുള്ള ലിംഗഭേദം ഈ ആഖ്യാന സ്വത്വം എവിടെയും പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. മറ്റൊരു കാര്യം അധികാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. അത് ഈ ഞാൻ എന്ന് പറയുന്ന ഒരു പ്രരൂപം കവിതയ്ക്കുള്ളിൽ ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഈ കവിതയെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ചാലക ശക്തിയായി കവിതയുടെ പ്രമേയം, കവിതയുടെ ഭാവപരിസരവും കവിതയുടെ സ്വയം സിദ്ധമായിട്ടുള്ള മൗലികതയും നിർണ്ണയിക്കുന്നത് ഈ പറയുന്ന തരത്തിലുള്ള ഞാൻ ആണെങ്കിൽ പോലും അയാൾ എന്ന് വ്യവഹരിക്കാവുന്ന തരത്തിലുള്ള ലിംഗഭേദം ഈ ആഖ്യാന സ്വത്വം എവിടെയും പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട സവിശേഷതയാണ്. മറ്റൊരു പ്രത്യേകത, നിരീക്ഷണം എന്നതിനപ്പുറത്തേക്ക് ഉള്ള അധികാര പ്രയോഗങ്ങൾ ആഖ്യാനത്തിലോ അതുമായി ബന്ധപ്പെട്ട നിർവഹണത്തിലോ ഈ ഞാൻ പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതും വളരെ സവിശേഷമായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഘടകമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ശബ്ദങ്ങൾ പോലും പിടിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാതുകളും ഒരുപക്ഷെ സാധാരണ കാഴ്ചയിൽ പെടാതെ പോകുന്ന സൂക്ഷ്മ ദൃശ്യങ്ങളെ കോർത്തിണക്കി അവതരിപ്പിക്കുന്നതിന് ശേഷിയുള്ള അതീവ ഇന്ദ്രിയ സംവേദന സാധ്യമായ ബിംബങ്ങൾ കണ്ടെത്തുന്നതിന് ശേഷിയുള്ള കണ്ണുകളും കൂടുതൽ വിടർന്ന വികസിച്ച കണ്ണുകളുമുള്ള ഈ ആഖ്യാതാവ്, ഈ ആഖ്യാന സ്വത്വം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കവിതയിലെ രാമൻ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അതികഠിനമായ ഏകാന്തത അനുഭവിച്ച, കയ്പുനീർ കുടിച്ചു വറ്റിച്ച ബാല്യകൗമാരങ്ങളുടെ, രാമൻ തന്നെ പല അഭിമുഖങ്ങളിലും മറ്റും രേഖപ്പെടുത്തിയിട്ടുള്ളതുപോലെയുള്ള ചില കവിതകളിലെ ആത്മസംബന്ധിയായ സൂചനകളിൽ നിന്ന് വീണ് കിട്ടുന്ന അത്തരത്തിലൊക്കെയുള്ള അനുഭവങ്ങൾ ഒരുപക്ഷെ ഇത്തരമൊരു ആഖ്യാന സ്വത്വം കവിതയിലെ രാമനെ നിർണയിച്ചെടുക്കുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ടാവണം. ഏതായാലും ഈ ഒരു ഘടകം, കവിതയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് കവിതയെ സമഗ്രമായി സ്വാധീനിക്കുന്ന ഈ ഒരു ഘടകമാണ് അപൂർവമായ കാഴ്ചകളുടെ, അപൂർവമായ ശബ്ദങ്ങളുടെ, അപൂർവമായ ഇന്ദ്രിയ സംവേദനങ്ങളുടെ ഒരു മാധ്യമമായി കവിതയെ ഒരുപക്ഷെ നാളിതുവരെ സാധ്യമായിരുന്ന സംവേദന ശീലത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരു പരീക്ഷണ വസ്തുവായി മാറ്റുന്നതിന് രാമൻ്റെ കവിതയിലെ രാമനെ പ്രേരിപ്പിച്ചത് എന്ന് കരുതുന്നതിൽ തെറ്റില്ല. മുല്ലത്തറയിലെ മുല്ലവള്ളിയുടെ സംഭ്രമം, എവിടേക്ക്, ഏത് ദിശയിലേക്ക് ഇനി വളരേണ്ടു എന്നുള്ള സംഭ്രമം പന്തലിടാതെ ആ സംഭ്രമത്തെ അതായി തന്നെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കൗതൂഹലക്കാരനായി, അതല്ലെങ്കിൽ ഒരിക്കലും കാലഹരണപ്പെട്ടു പോകാത്തതായി ബാക്കിയാവുന്നത് ഒന്നും ആവിഷ്കരിക്കാൻ കഴിയാത്തവൻ്റെ ദുഃഖം മാത്രമാണ് എന്ന് തിരിച്ചറിയുന്ന കുറെ കൂടി സൂക്ഷ്മമായ ജാഗ്രതയുള്ള ആളായി, വേരുകൾ മണ്ണിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുന്ന ശബ്ദം പോലും കേൾക്കാൻ കഴിയുന്നത്ര കൂർത്ത കാതുകളുള്ള ആളായി, അത് തുടർന്ന് തണ്ടിലൂടെ മുകളിലേക്ക് കയറുന്നതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള നാദ വീജികൾ പിടിച്ചെടുക്കാൻ കഴിയുന്ന ആൻറ്റീനയുള്ള ആളായി ഒക്കെ ഈ കവി, അതുപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിലെ നിസ്സാരങ്ങളായ ചില കാഴ്ചകളെ അതിനോട് ബന്ധിപ്പിച്ച് നിർത്തിക്കൊണ്ട് നമ്മുടെ സമൂഹ ജീവിതത്തിലെ ചില വലിയ പ്രശ്നങ്ങളെ നിർദ്ധാരണം ചെയ്യുന്ന ആളായി ഒക്കെ ഈ ഒരു ആഖ്യാന സ്വത്വം രാമൻ്റെ കവിതയിൽ പ്രവർത്തിക്കുന്നത് കാണാം. ഉദാഹരണത്തിന് വൈക്കോൽ വെച്ചിരിക്കുന്ന സ്ഥലം, അതുപോലെ തന്നെ വെട്ടുകല്ല് ഇറക്കി വെച്ചിരിക്കുന്ന വെട്ടുകല്ല്, ഇതൊക്കെ എടുത്തു മാറ്റുമ്പോൾ അവിടെ രൂപപ്പെടുന്ന പുല്ലില്ലാ കളങ്ങളെക്കുറിച്ച് നിരീക്ഷിക്കുന്ന കവിത. അവിടെ പിന്നെ വളരെ സാധാരണമായിട്ടുള്ള, എന്നാൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന ഒരു കാഴ്ചയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന മഹത്വങ്ങൾ, വലിപ്പങ്ങൾ നാട് നീങ്ങിപ്പോകുമ്പോൾ അവിടെ അവശേഷിക്കുന്നത് കേവലമായ പുല്ലില്ലാ കളങ്ങളാണ്, ശൂന്യതയാണ് എന്നുള്ള തരത്തിലുള്ള
ദർശനങ്ങളിലേക്കൊക്കെ പോകുന്ന കുതൂഹലചിത്തനായ നിരീക്ഷണപടുവായ എന്നാൽ സ്വയം മറിഞ്ഞിരിക്കാൻ ഇഷ്ടപ്പെടുകയും തന്നിലേക്ക് തന്നെ ചുരുങ്ങിയിരിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു ആഖ്യാന സ്വത്വം രാമൻ്റെ കവിതകളെ അതിനെ നിർണയിച്ചുകൊണ്ട് നിൽക്കുന്നു. ഈ ആഖ്യാന സ്വത്വമാണ് കവിതയ്ക്കകത്തുള്ള രൂപപരമായും ഭാവപരമായിട്ടുള്ള ഒരുപക്ഷെ ദർശനപരമായിട്ടുമുള്ള എല്ലാ തരത്തിലുമുള്ള മൗലികതകളെയും പരീക്ഷണങ്ങളെയും നവത്വത്തെയും ഒക്കെ നിർണയിക്കുന്നത് എന്നുള്ളത് കാണാൻ പറ്റും. ഇയാളുടെ കാഴ്ചകളിലാണ് നദി ഉത്തുംഗമായ ഒരു ഗോപുരമായി മാറുന്നത്. പലപ്പോഴും താഴെ നിന്ന് മുകളിലേക്കുള്ള കാഴ്ചകൾ, വശങ്ങളിലേക്കുള്ള കാഴ്ചകൾ, തിരിച്ചും മറിച്ചുമുള്ള കാഴ്ചകൾ, ഇങ്ങനെ കാഴ്ചകളുടെ സൂക്ഷ്മമായിട്ടുള്ള വ്യതിയാന ഭേദങ്ങളുടെ ഒരു മ്യൂസിയമായി പലപ്പോഴും രാമൻ്റെ കവിത മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ശബ്ദസഞ്ചയങ്ങൾ, അതിസൂക്ഷ്മങ്ങളായ ശബ്ദസഞ്ചയങ്ങളുടെ ഒരു വലിയ കലവറയായിട്ട് കവിത മാറുന്നത് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. വളരെ ചെറിയ വസ്തുക്കളുടെ, അതിൽ പലതും ഉപയോഗശൂന്യമായ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കളുടെ ഒരു കലവറയായി രാമൻ്റെ കവിത മാറുന്നതിനെ കുറിച്ച് പലരും സൂചിപ്പിച്ചിട്ടുണ്ട്. ചെറുതുകളിൽ ധ്യാനലീനനാകുന്ന കവിയാണ് രാമൻ എന്ന് നിരൂപകന്മാർ പ്രശംസിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിരൂപകന്മാർ അങ്ങനെ നിരീക്ഷിച്ചിട്ടുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഞാൻ ഈ പറയുന്ന തരത്തിലുള്ള എല്ലാ നിരീക്ഷണങ്ങളും ചെന്നു ചേരുന്നത് ഇതിൻ്റെയൊക്കെ കടിഞ്ഞാണായി ഈ കവിതയ്ക്ക് അകത്ത് കുടികൊള്ളുന്ന ഈ ഒരു നേരത്തെ പറഞ്ഞ കുതൂഹലചിത്തനായിട്ടുള്ള, എന്നാൽ അതേസമയം സ്വയം മറിഞ്ഞിരിക്കുകയും സ്വയം മറിഞ്ഞിരുന്നു കൊണ്ട് പുറത്തുള്ള ലോകത്തെ തുറുകണ്ണാൽ കാണുന്ന, കൂർത്ത കാതുകളാൽ വലിച്ചെടുക്കുന്ന, തൻ്റെ പരിമിതികളിലേക്ക്, തൻ്റെ ചെറിയ വട്ടത്തിലേക്ക് ഈ ലോകത്തെ ചുരുക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്ന, എന്തിനേയും ചെറുതാക്കാൻ ആഗ്രഹിക്കുന്ന, ഇതിങ്ങനെ ചെറുതായി പോകുന്നതിന് ഞാനെന്ത് പിഴച്ചു എന്നൊരു കവിതയിൽ ഈ ആഖ്യാതാവ് പറയുന്ന ഒരു വരികൾ ഓർക്കുകയാണ്. ഇതിങ്ങനെ ചെറുതായി പോകുന്നതിന് ഞാൻ എന്തു പിഴച്ചു എന്ന് ഇങ്ങനെ സ്വയം അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിൽ, അല്ലെങ്കിൽ സ്വയം കുറ്റപ്പെടുത്തുക പോലും ചെയ്യുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കടലിനെ ഒരു കായായി ചുരുക്കാമോ എന്ന് കവിതയിലെ രാമൻ ഒരിടത്ത് സംശയം ഉന്നയിക്കുന്നുണ്ട്. ചുരുക്കാം എന്ന് ഉത്തരവും പറയുന്നുണ്ട്. കയ്പിൻ്റെ സമുദ്രത്തെ ഒരു കായയായി ചുരുക്കുന്നത് പോലെ എന്ന്. ആ കായ ഏതാണെന്ന് വ്യക്തമാണല്ലോ. അപ്പോൾ ഇങ്ങനെ നിരീക്ഷണപടുവായിട്ടുള്ള ഒരു കവിതയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രരൂപം ഈ കവിതയുടെ സാധ്യതകളെ, ഒരുപക്ഷെ അതുതന്നെയാണ് രാമൻ്റെ കവിതയുടെ സാധ്യതകളും രാമൻ്റെ കവിതയുടെ പരിമിതിയും എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും. ഒരുപക്ഷെ ഈ ഒരവസ്ഥയാണ് രാമൻ്റെ കവിതകൾ ആത്മാന്വേഷണത്തിൻ്റെ പരിധിയിൽപ്പെടുന്നതാണ് എന്ന തരത്തിലൊക്കെയുള്ള ചില വിമർശന നിരീക്ഷണങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ളത്. ഏതൊക്കെയോ തരത്തിലുള്ള ആത്മാന്വേഷണത്തിൻ്റെ വഴിയിലാണ് എന്നും, അത് ഒരർത്ഥത്തിൽ മലയാള കവിതയുടെ തൊട്ട് പിന്നിലുള്ള പാരമ്പര്യവുമായ ആധുനികതയുടെ അസ്തിത്വാന്വേഷണ പാരമ്പര്യവുമായിട്ടൊക്കെ ബന്ധിപ്പിക്കാവുന്നതാണ് എന്ന അർത്ഥത്തിലൊക്കെയുള്ള സൂചനകളുള്ള നിരൂപണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സാക്ഷീകാരകമായിട്ടുള്ള, നിരീക്ഷണപടുവായിട്ടുള്ള ഈ ആഖ്യാന സ്വത്വത്തെ വേണ്ട വിധം തിരിച്ചറിയാത്തതിൻ്റെ ഒരു അപാകതയാണ് അത്തരം നിരീക്ഷണങ്ങൾക്ക് പിന്നിൽ സംഭവിച്ചിട്ടുള്ളത് എന്നാണ്. രാമൻ്റെ അന്വേഷണങ്ങൾ തന്നിലൂടെ നടത്തുന്ന അന്വേഷണങ്ങളാണ്, തന്നെക്കുറിച്ചുള്ള അന്വേഷണങ്ങളല്ല. തന്നെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ എന്ന അർത്ഥത്തിൽ അത് ആത്മാന്വേഷണങ്ങളാകുന്നില്ല. യഥാർത്ഥത്തിൽ തന്നെ കൂടുതൽ അറിഞ്ഞതിൻ്റെ ഫലമാണ് ആ രചനകൾ എന്നുള്ളതാണ്. അത് അന്വേഷണത്തിലൂടെ തന്നെ കൂടുതൽ അറിഞ്ഞതിൻ്റെ ഫലമായി തന്നിലൂടെ താൻ സ്വയം ചുരുങ്ങുകയും പൊടിയിലേക്ക് വിഘടിതമായി പൊടിയായി മാറുകയും, പൊടിയാണ് യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയുകയും, പൊടിയേക്കാൾ വലിയ പരമയാഥാർത്ഥ്യം, പൊടിയേക്കാൾ വലുതായി ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ പൊടിയോളം ചുരുങ്ങാൻ ഇഷ്ടപ്പെടുകയും ആ അവസ്ഥയിൽ നിന്നുകൊണ്ട്, വിഘടിതമായ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഈ പുറം ലോകത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറിഞ്ഞിരുന്നു കൊണ്ട് നിസ്സന്ദേഹമായി, സന്ദേഹങ്ങളില്ല, അതാണ് ഒരു ആധുനികതയുടെ പാരമ്പര്യത്തിൽ നിന്നുള്ള പ്രകടമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. നിസ്സന്ദേഹമായി, സന്ദേഹങ്ങളില്ലാതെ നിന്നുകൊണ്ട് അവനവനിലൂടെയുള്ള അന്വേഷണങ്ങൾ, അവനവനാണ് ഉപകരണം എന്ന തിരിച്ചറിവിലൂടെയുള്ള അന്വേഷണങ്ങളായിട്ടാണ് രാമൻ്റെ കവിതകൾ മാറുന്നത്. അതിനെ ആത്മാന്വേഷണം എന്ന് ലേബൽ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ആ കവിതയുടെ മൗലികത, അത് പ്രസരിപ്പിക്കുന്ന ദാർശനികമായിട്ടുള്ള ഊർജം വാസ്തവത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരും എന്നുള്ളത്.
മലയാള കവിതയെ അടിമുടി നവീകരിച്ചുകൊണ്ട് പുതിയ സംവേദനശീലങ്ങളിലേക്ക്, പുതിയ ഭാവുകത്വ ഘട്ടത്തിലേക്ക്, ഭാവുകത്വ പരിണാമങ്ങളിലേക്ക് മലയാള കവിതയെ കൈപിടിച്ചുയർത്തിയ കവികളിൽ വളരെ പ്രധാനിയാണ് രാമൻ എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ കനം എന്ന് പറയുന്ന കവിത, ആ പേരുള്ള സമാഹാരം വലിയ തരത്തിലുള്ള ഒരു അട്ടിമറി സ്വഭാവത്തോടു കൂടിയാണ് പ്രത്യക്ഷപ്പെടുന്നത്. കനം, മലയാള കവിതയുടെ കനം, ആഴം എന്ന് പറയുന്ന പരമ്പരാഗതമായി വലിയ രീതിയിൽ പൂവിട്ട് പൂജിക്കപ്പെട്ടുകൊണ്ടിരുന്ന സങ്കല്പമാണ് വാസ്തവത്തിൽ. ആഴം എന്ന് പറയുന്ന സങ്കല്പത്തെയാണ്, അർത്ഥപരമായ സങ്കല്പങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ ആ കവിതാ സമാഹാരം കീഴ്മേൽ മറിച്ച് കളഞ്ഞത് എന്നുള്ളതാണ്. നമ്മൾ കാലങ്ങളായി ചുമന്നുകൊണ്ടിരുന്നത് ഇല്ലാത്തവയുടെ ഭാരമാണ് എന്ന് ആ കവിത വിളംബരം ചെയ്ത് കളഞ്ഞു. അത്തരത്തിൽ കവിതയിലെ ഒരു വിളംബരമായി കാവ്യമാറ്റത്തിൻ്റെ, കാവ്യഭാവുകത്വത്തിൻ്റെ, സംവേദനശീലത്തിൻ്റെ ഒരു മാറ്റത്തിൻ്റെ വിളംബരമായി കൂടി അടയാളപ്പെടുത്തപ്പെട്ട സമാഹാരവും കവിതയുമാണത് എന്നുള്ളതാണ്. ഇവിടെ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ആ സമാഹാരത്തിലാണ്, അതിൻ്റെ ആമുഖത്തിലാണ് വളരെ പ്രകോപനപരമായ പ്രസ്താവന രാമൻ നടത്തുന്നത്. മലയാള കവിതയുടെ 800 വർഷത്തെ ചരിത്രം എന്ന് പറയുന്നത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ കഥയായി ചുരുങ്ങിപ്പോകുന്നുണ്ട് എന്നുള്ളത്. ഇത് രാമൻ്റെ കവിതയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ചെറുതാക്കാനുള്ള വ്യഗ്രതയുടെ, ചെറുതാക്കലിൻ്റെ, ചുരുക്കി കാണുന്നതിൻ്റെ, സംഗ്രഹിക്കുന്നതിൻ്റെ, കുറുക്കുന്നതിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ടുള്ള കൗതുകകരമായൊരു നിരീക്ഷണം എന്നതിനപ്പുറത്തേക്ക് ഇതിനെ സാമൂഹ്യബോധമില്ലായ്മയുടെ, അതല്ലെങ്കിൽ കേവലമായ സൗന്ദര്യബോധത്തിൻ്റെ, അരാഷ്ട്രീയതയുടെ ഒക്കെ ഒരു നിലപാടായി വ്യാഖ്യാനിക്കുന്ന സമീപനങ്ങളും കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു നിലപാട്, രാമൻ്റെ ഈ ഒരു നിലപാടിനെ കവിതയെ കവിതയായി കാണുക എന്നുള്ളതും, കവിത പ്രഥമമായി കവിതയാകുന്നു എന്നുള്ളതും, കവിതയ്ക്കപ്പുറത്ത് കവിതയെ ഒരു മാധ്യമമായി കാണുന്ന പരമ്പരാഗത രീതിയോടുള്ള കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിൻ്റെ ഒരു അതിശയോക്തിപരമായിട്ടുള്ള പ്രസ്താവനയായിട്ട് അതിനെ കാണാനാണ്, ആ രീതിയിലാണ് അതിനെ കാണേണ്ടത് എന്നാണ് യഥാർത്ഥത്തിൽ തോന്നുന്നത്. കാരണം കവിത എന്ന് പറയുന്നത് എന്തിൻ്റെങ്കിലും മാധ്യമമാണെങ്കിൽ അത് കവിതയുടെ തന്നെ മാധ്യമമാണ് എന്നുള്ളതാണ്. സൂക്ഷ്മമായ സംവേദനത്തിൻ്റെ അതിനുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗ്ഗം, അതിനപ്പുറത്ത് വേറെ മാർഗമില്ലാത്ത തരത്തിൽ അതിൻ്റെ പരമകാഷ്ഠയാണ് യഥാർത്ഥത്തിൽ കവിത എന്നുണ്ടെങ്കിൽ ബാക്കി കവിതയെ മാധ്യമമായി കാണുന്ന നിലപാട് വാസ്തവത്തിൽ അപ്രസക്തമാണ് എന്ന്. അതുകൊണ്ട് കവിതയെ തിരിച്ചു പിടിക്കുക, കവിതയ്ക്ക് മാത്രം സാധ്യമായ സംവേദനശീലങ്ങളെ, അതിൻ്റെ സൂക്ഷ്മ സ്വഭാവത്തെ, അതിൻ്റെ മറ്റെല്ലാ ആലഭാരങ്ങളിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് പുതിയ ആഖ്യാന പരീക്ഷണങ്ങളിലൂടെ പുതിയ ഭാവസംവേദന ക്ഷമത അതിന് പകർന്നു കൊടുത്തുകൊണ്ട് പുതിയ തരത്തിലുള്ള രൂപഭാവ നവീകരണങ്ങളുടെ ഇടപെടലുകളിലൂടെ കവിതയെക്കുറിച്ചുള്ള പുതിയ അന്വേഷണങ്ങൾ സൗന്ദര്യപരമായി നടത്തുക എന്നുള്ള, തീർത്തും കവിതയ്ക്ക് പ്രാധാന്യം നൽകുന്ന, സ്വയം കവിതയായി മാറുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കവിതയോട് അഭേദം സംഭവിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ, ഒരു നിലപാടായിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ അതിനെ കാണേണ്ടത് എന്നുള്ളതാണ്. എന്നു മാത്രമല്ല, കവിതയിലെ അരാഷ്ട്രീയതയെക്കുറിച്ചുള്ള, കേവല സൗന്ദര്യവാദത്തെക്കുറിച്ചൊക്കെയുള്ള വിമർശനങ്ങളെ മുന്നോട്ട് കടന്നുകൊണ്ട് കനത്തിൽ തന്നെ അത്തരത്തിലുള്ള ധാരാളം കവിതകൾ യഥാർത്ഥത്തിലുണ്ട്. സൂക്ഷ്മമായി തന്നെ നേരത്തെ പറഞ്ഞ തരത്തിൽ അരാഷ്ട്രീയവാദത്തെ നിരാകരിക്കുന്ന കവിതകൾ കനത്തിനകത്ത് തന്നെയുണ്ട്. അടുത്ത് വരുന്ന സമാഹാരങ്ങളിൽ തുരുമ്പ്, അതുപോലെ തന്നെ രാത്രി 12:30 ഒരു താരാട്ട് പോലെയുള്ള സമാഹാരങ്ങളിലും ഇടക്കാലത്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒറ്റ കവിതകളിലൊക്കെ തന്നെ വളരെ അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ ബോധം പ്രകടിപ്പിക്കുന്ന കവിതകൾ രാമൻ മാഷ് എഴുതിയിട്ടുണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ വിമർശകരുടെ നിലപാടുകളെ അത് സാധൂകരണമില്ലാതെയാക്കുന്നുണ്ട്. രാമൻ്റെ പ്രശ്നം യഥാർത്ഥത്തിൽ കവിതയാണ്. കവിതയും കവിതയുടെ ഭാഷയും കവിതയുടെ സംവേദനത്വവുമാണ് രാമൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. കവിതയിലെ രാമൻ വാസ്തവത്തിൽ അതാകും. അപ്പം അതുകൊണ്ട് തന്നെ എത്രത്തോളം കവിതയെ കുറുക്കി കൊണ്ടുവരാമെന്നും കാവ്യഭാഷ എത്രത്തോളം സാന്ദ്രമാക്കാമെന്നും, ലാളിത്യം നിലനിൽക്കെ തന്നെ അർത്ഥപരമായിട്ടുള്ള സങ്കീർണതകൾ എങ്ങനെയാണ് കവിതയ്ക്കകത്ത് നിക്ഷേപിക്കാൻ സാധിക്കുക എന്നുമുള്ള തരത്തിലുള്ള കാവ്യഭാഷാപരമായിട്ടുള്ള പരീക്ഷണങ്ങൾ നിരന്തരമായി രാമൻ്റെ കവിതയിൽ ആവർത്തിക്കപ്പെടുന്നതായിട്ട് കാണാം. പലപ്പോഴും വാക്കിനെക്കുറിച്ച്, അർത്ഥത്തെക്കുറിച്ച് പഴയ വരിഷ്ഠരായ കവികൾ പങ്കുവച്ചതുപോലെയുള്ള ആശങ്കകൾ രാമൻ്റെ കവിതയിൽ നിറയുന്നതിന്, വാക്ക് തൊണ്ടയിൽ കുടുങ്ങിപ്പോകുന്ന കവി തുടങ്ങിയ രൂപകങ്ങളൊക്കെ വരുന്നതിന്, വാക്കിനെക്കുറിച്ചുള്ള അമിതമായ ആശങ്കകൾ ഒക്കെ ഈ കവിയിൽ നിറയുന്നതിന് ഒരു പക്ഷേ ഇതൊരു കാരണമായി തീരുന്നുണ്ടാവാം. കൽപ്പറ്റ മാഷ് ഒരിടത്ത് സൂചിപ്പിക്കുന്ന ഒരു കഥയിൽ മൂകയായ ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്.
തനിക്കിഷ്ടപ്പെട്ട നിറം ചുവപ്പാണ് എന്ന് പറയാൻ ആവാതെ അതെങ്ങനെ വെളിപ്പെടുത്തണം എന്നറിയാതെ ആ വെപ്രാളത്തിൽ സ്വയം കഴുത്ത് മുറിച്ച് ചുവപ്പ് കാണിച്ചു കൊടുക്കുന്ന ഒരു കുട്ടിയെക്കുറിച്ചുള്ള കഥയാണ്. അപ്പോൾ ഇതിന് സമാനമായിട്ടുള്ള ഒരു പ്രതിസന്ധി ആശയവിനിമയത്തിൽ നേരിടുന്ന എല്ലാ കവികളും ഏറെയോ കുറഞ്ഞ അളവിൽ അത് നേരിടുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥയിൽ അത് നേരിടുമ്പോഴുണ്ടാകുന്ന ഒരു സംഭ്രമം, വാക്ക് തൊണ്ടയിൽ കുരുങ്ങിപ്പോകുമ്പോഴുണ്ടാകുന്ന, വാക്കിനെ ഏതെങ്കിലും തരത്തിൽ പൂർണ്ണതയിലേക്ക് വാക്ക് നീങ്ങുമോ എന്ന് ആശങ്കപ്പെടേണ്ടി വരുന്ന ഒരു കവിയുടെ ഉത്കണ്ഠ യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ കവിതയിലെ രാമനെ ആ ആഖ്യാന സ്വത്വത്തെ വരിഞ്ഞു മുറുക്കുന്നതായി, പലപ്പോഴും ശ്വാസം മുട്ടിക്കുന്നതായി അദ്ദേഹത്തിൻ്റെ കവിതയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ കവിതയുടെ മാധ്യമത, മീഡിയസി ഉയർത്തുന്ന സമ്മർദ്ദമാണ് യഥാർത്ഥത്തിൽ രാമൻ്റെ കവിതയിലെ ഏറ്റവും പ്രബലമായ ഘടകം എന്ന് പറയുന്നത്. അതാണ് രാമനെ, കവിതയിലെ രാമനെ, അത് പരിഹരിക്കുന്നതിനുള്ള അന്വേഷണങ്ങളാണ് കവിതയിലെ രാമനെ നയിക്കുന്നത്. അതുകൊണ്ട് കവിത എന്ന് പറയുന്നത് മറ്റെന്തിൻ്റെങ്കിലും ഒരു മാധ്യമമായി തീരുന്നതിനോട് കവിതയിലെ രാമന് യോജിപ്പില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം തന്നെ കവിതയായിരിക്കുമ്പോൾ രൂപപ്പെടുന്ന സൂക്ഷ്മ രാഷ്ട്രീയ നൈതിക ജാഗ്രതകൾക്ക് ഈ കവിതയിൽ ഒരു തരത്തിലുള്ള കുറവും സംഭവിക്കുന്നുമില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ വളരെ ശ്രദ്ധേയമായ പാരിസ്ഥിതിക സൂക്ഷ്മതയുള്ള പല ബിംബങ്ങളും രാമൻ്റെ കവിതയിൽ മിന്നിമറഞ്ഞു പോകുന്നതായിട്ട് കാണാം. മുൻപ് പാടമായിരുന്ന സ്ഥലത്തേക്ക് ആ ഓർമ്മയിൽ അരിച്ചെത്തുന്ന അണലി, പിന്നീട് അത് റോട്ടിൽ അരഞ്ഞു തീരുന്നതിനെക്കുറിച്ചുള്ള, പാടത്തേക്ക് അരിച്ചെത്തുന്ന എന്നിട്ട് അരഞ്ഞു തീരുന്ന അണലിയെക്കുറിച്ചൊക്കെയുള്ള സൂചനകൾ ഈ കവിതയ്ക്കകത്തുണ്ട്. അതുപോലെ പുഴകളുടെ കൂട്ടമരണം കരയിൽ നിസ്സംഗരായി കണ്ടുനിന്നവരായി നമ്മളെ അടുത്ത തലമുറ വിലയിരുത്തുമോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ. ഇങ്ങനെയൊക്കെ പല സന്ദർഭങ്ങളിൽ മുൻപ് പാടമായിരുന്ന സ്ഥലത്തേക്ക് ആ ഓർമ്മയിൽ അരിച്ചെത്തുന്ന, ഇഴഞ്ഞെത്തുന്ന അണലികൾ റോഡിൽ അരഞ്ഞു തീരുന്നതിനെക്കുറിച്ച് പരാമർശമുള്ള കവിതയുണ്ട്. അതുപോലെ തന്നെ മുട്ടിൽ വെച്ച് മുറിച്ചു കളഞ്ഞ കാലുകളുടെ ഉള്ളനടികൾ ചൊറിയുന്നത് പോലെ മുറ്റത്തുണ്ടായിരുന്ന അശോകമരം ചൊറിയുന്നു പോലെയുള്ള പരാമർശം. ഇങ്ങനെ ധാരാളമായിട്ട് നമുക്ക് ആ രീതിയിൽ അത്തരത്തിലുള്ള ഒരു വായനയ്ക്ക് തുനിഞ്ഞിറങ്ങുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ മാധ്യമപരമായിട്ടുള്ള പരീക്ഷണങ്ങൾക്ക് അതിനുള്ളിൽ സാധ്യമാവുന്ന തരത്തിലുള്ള പ്രമേയ ജാഗ്രതകൾ, രാഷ്ട്രീയ നിലപാടുകളിലെ ശരിവിധാനങ്ങളും രാമൻ്റെ കവിതയിൽ കാണുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി. കൊടി ഉയർത്തൽ എന്ന കവിതയിൽ കൊടിമരം ഉറപ്പിച്ചിട്ടുണ്ട്, ഭദ്രമാക്കിയിട്ടുണ്ട്, കൊടി കെട്ടിവെച്ചിട്ടുണ്ട്. പക്ഷേ കൊടി ഉയർത്തുമ്പോൾ അതിൽ നിന്ന് പറന്നു വീഴുന്നത് തീക്കനലുകളാകുമോ എന്ന് നമുക്ക് വായിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ സൂക്ഷ്മമായ രാഷ്ട്രീയ നൈതിക ജാഗ്രതകൾ പുലർത്തുന്നതിൽ അശേഷം വിട്ടുവീഴ്ച രാമൻ്റെ കവിതകൾ, പ്രത്യേകിച്ച് കനത്തിൽ നിന്ന് മുന്നോട്ട് വരുമ്പോഴുള്ള തുരുമ്പ് പോലെയുള്ള സമാഹാരങ്ങളിലെ 12:30-ക്ക് ശേഷമുള്ള താരാട്ട്, പിന്നിലേക്ക് വീശുന്ന കാറ്റ് പോലെയുള്ള സമാഹാരങ്ങളിലേക്ക് എത്തുമ്പോൾ എന്ന് മാത്രമല്ല, ചില കാര്യങ്ങളിൽ ഉദാഹരണത്തിന് ചെറുതാകൽ എന്നുള്ളത് രൂപപരമായ ചുരുങ്ങലിനെ അതിജീവിച്ചുകൊണ്ട് പലപ്പോഴും ദീർഘമായിട്ടുള്ള കവിതകളിലേക്ക്, താളാത്മകമായ കവിതകളിലേക്കൊക്കെ പരിണമിച്ചെത്തുന്ന തരത്തിൽ, എല്ലാ തരത്തിലുമുള്ള പരീക്ഷണങ്ങളിലേക്ക് വികസിക്കുന്ന തരത്തിൽ രാമൻ്റെ കവിതകൾ മാറുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇങ്ങനെയൊക്കെ ആകുമ്പോഴും കനത്തിൽ ആരംഭിക്കുന്ന, നേരത്തെ പറഞ്ഞ തലകീഴായ വായനകളുടെയും അട്ടിമറികളുടെയും കൗതുകം ഉള്ളിൽ സൂക്ഷിക്കുന്ന, ദാർശനിക മാനങ്ങളെ ഉള്ളുപൊളിച്ച് അതിൻ്റെ നിസാരതയെ, ശൂന്യതയെ പുറത്തേക്ക് വയ്ക്കുന്ന, പൂക്കളിൽ നിന്ന് അത്തറുണ്ടാക്കുന്ന കൗതൂഹലമുള്ള ഒരു ആഖ്യാന സ്വത്വം രാമൻ്റെ കവിതയിൽ ഭംഗുരം ആദ്യം മുതൽ ഇന്നോളം തുടരുന്നത് കാണാം. അത് മറ്റാരുമല്ല, കവിതയിലെ രാമൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാമൻ്റെ കവിതയ്ക്കൊപ്പം ഉള്ള ഈ സഞ്ചാരത്തിൽ പങ്കുചേർന്നതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാ തരത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. സന്തോഷം.